നമസ്കാരം. ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതികൾക്ക് ജയിലിനകത്തും പുറത്തും കിട്ടുന്ന പരിഗണന നാട്ടിൽ പാട്ടാണ്. ജയിലിനുള്ളിലെ അനിയന്ത്രിതമായ മൊബൈൽ ഉപയോഗം മുതൽ സ്വർണം പൊട്ടിക്കൽ കൊട്ടേഷൻ വരെ അത് നീളുന്നു. തലശ്ശേരി കോടതിയിൽ പോയി വരുന്ന വഴി ടി.പി. വധക്കേസ് പ്രതി കൊടിസുനിക്കും മറ്റു പ്രതികൾക്കും മദ്യം കഴിക്കാൻ പോലീസ് ഒത്താശ ചെയ്തതിന് 3 സിവിൽ പോലീസുകാരെ സസ്പെൻഡ് ചെയ്തത് കഴിഞ്ഞ ദിവസമാണ്. AR ക്യാമ്പിലെ സിവിൽ പോലീസ് ഉദ്യോഗസ്ഥരായ വൈശാഖ്, വിനീഷ്, ജിഷ്ണു എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തത്. പോലീസിനെ കാവൽ നിർത്തി കൊടിസുനിയും സംഘവും തലശ്ശേരി വിക്ടോറിയ ഹോട്ടൽ മുറ്റത്ത് മദ്യപിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഒരു മറയുമില്ലാതെ പരസ്യമായിട്ടായിരുന്നു മദ്യപാനം. കോടതിയിൽ നിന്ന് തിരികെ പോകുമ്പോഴാണ് സംഘത്തിന് മദ്യവുമായി സുഹൃത്തുക്കളെത്തിയത്. സംഘത്തിൽ ടി.പി. കേസിലെ കൊലയാളികളായ മുഹമ്മദ് ഷാഫിയും ഷിനോജും ഉണ്ടായിരുന്നു. കഴിഞ്ഞ മാസം 17-നാണ് സംഭവം നടന്നത്. കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് തലശ്ശേരി അഡീഷണൽ ജില്ലാ കോടതിയിൽ പ്രതികളെ ഹാജരാക്കാൻ കൊണ്ടുപോയിരുന്നു. ഭക്ഷണം കഴിക്കാൻ കയറിയ വിക്ടോറിയ ഹോട്ടലിൽ വെച്ച് പ്രതികൾക്ക് മദ്യം കഴിക്കാൻ സൗകര്യമൊരുക്കുകയായിരുന്നു. ഇത് സംബന്ധിച്ച് കമ്മീഷണർക്ക് പരാതി ലഭിച്ചതോടെയാണ് പോലീസുകാരെ സസ്പെൻഡ് ചെയ്തത്. സംഭവത്തിന്റെ വിശദാംശങ്ങൾ പുറത്തു വന്നതോടെ ജില്ലാ പോലീസ് മേധാവി നടത്തിയ അന്വേഷണത്തിൽ ഉദ്യോഗസ്ഥർക്ക് ഗുരുതര വീഴ്ച സംഭവിച്ചതായി കണ്ടെത്തിയിരുന്നു. നേരത്തെ കൊടിസുനി ജയിലിൽ ഫോൺ ഉപയോഗിച്ചെന്ന വിവരവും പുറത്തു വന്നിരുന്നു. കൊടിസുനി കണ്ണൂർ ജയിലിനുള്ളിൽ ഇരുന്ന് കൊട്ടേഷൻ പ്രവർത്തനങ്ങൾ നിയന്ത്രിച്ചതും പ്രവാസിയെ വിളിച്ച് ഭീഷണിപ്പെടുത്തിയതും ഹവാല പണമിടപാടും സ്വർണ്ണക്കടത്ത് നിയന്ത്രിച്ചതും വരെ ഇതിനു മുൻപ് പുറത്തു വരികയും വിവാദമാകുകയും ചെയ്തിട്ടുണ്ട്. കടത്ത സ്വർണം പിടിച്ചെടുക്കുന്നതിൽ കൊടിസുനിക്കും ഷാഫിക്കും പങ്കുണ്ടെന്ന് വ്യക്തമാക്കുന്ന ശബ്ദരേഖ പുറത്തു വന്നിരുന്നു. വാർത്താ ചാനലുകളാണ് സ്വർണ്ണക്കടത്ത് കാരിയറോട് ആസൂത്രകൻ സംസാരിക്കുന്നതെന്ന് കരുതുന്ന വാട്സപ്പ് ശബ്ദരേഖ പുറത്തുവിട്ടത്. കൊടിസുനിയും ഷാഫിയും പിടിച്ചുപറി സംഘത്തിന് സംരക്ഷണം കൊടുക്കുന്നുവെന്നാണ് ശബ്ദരേഖയിൽ പറഞ്ഞിരുന്നത്. കൊടിസുനിക്ക് കഴിഞ്ഞ വർഷം ഡിസംബറിൽ പരോൾ അനുവദിച്ചതും വിവാദമായിരുന്നു. ടി.പി. വധക്കേസിൽ ജയിൽ ശിക്ഷ അനുഭവിക്കുന്ന സമയത്ത് തന്നെ മറ്റു കേസുകളിൽ പ്രതിയാവുകയും പോലീസിന്റെ പ്രൊബേഷൻ റിപ്പോർട്ട് നിലനിൽക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് കൊടിസുനിക്ക് പരോൾ അനുവദിച്ചത്. തവനൂർ ജയിലിൽ നിന്ന് 30 ദിവസത്തേക്ക് സുനി പുറത്തിറങ്ങിയത് അമ്മയുടെ അപേക്ഷ പരിഗണിച്ചുള്ള ജയിൽ DGPയുടെ നടപടിയിലായിരുന്നു.